Fira Basmati Rice Biryani Queen powered by Willy White's Toothpaste. അങ്ങനെ നമ്മുടെ ബിരിയാണി ക്വീൻ മത്സരം അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്, അതായത് സെമി ഫൈനൽ റൗണ്ട്. അപ്പോൾ സെമി ഫൈനൽസിലേക്ക് 8 മത്സരാർത്ഥികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 8 മത്സരാർത്ഥികൾ 4 പേരുള്ള ഗ്രൂപ്പായിട്ട് 2 ദിവസമായിട്ട് അല്ലെങ്കിൽ 2 എപ്പിസോഡുകളിലൂടെയാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. അതായത് 4 പേർ തമ്മിലാണ് മത്സരിക്കുന്നത്. പക്ഷേ റിസൾട്ട് എന്ന് പറയുമ്പോൾ 8 പേരെയും കൂടി ചേർത്തിട്ട് ആ ഫൈനൽ റിസൾട്ട് 5 പേരെ എടുക്കും. അവരായിരിക്കും ഫൈനലിസ്റ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ ഈ 24-ൽ നിന്നും 8 ചുരുങ്ങിയ ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധാപൂർവമാണ് ഇനിയുള്ള പാചകം ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെമി ഫൈനൽ റൗണ്ടിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന തീം അറബിക്, മിഡിൽ ഈസ്റ്റ് ആ ഒരു രീതിയിലുള്ള ബിരിയാണീസ്, റൈസസ് ആണ്. അപ്പോൾ അതിൽ പലതരം റൈസ് ഉണ്ടാകാം. ഒരു എന്താ പറയുക, ഒരു അറബിക് ടച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒത്തൻറ്റിക് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഈ ഒരു ടാസ്ക്. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ മത്സരം കടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. എന്നോടൊപ്പം ശ്രീ കൃഷ്ണയുമുണ്ട്. അപ്പോൾ കൃഷ്ണയെയും സ്വാഗതം ചെയ്യാം. അപ്പോൾ സെമി ഫൈനൽ തുടങ്ങുന്നു നമ്മൾ. യെസ്, ആൻഡ് വി ആർ ഓൾസോ വെരി സീരിയസ്. എന്താ പറയുള്ളൂ, ചേച്ചി നമ്മളെ കുറച്ചും കൂടെ ഇനി പിടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അറ്റത്ത് നിൽക്കുന്ന ആള് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര എക്സ്പേർട്സ് ആണ്. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന തീമാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് തീമും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോളം അവർക്ക് ഈ അറബിക് ഫുഡൊക്കെ കഴിച്ചും ഉണ്ടാക്കിയും നല്ല പരിചയം. 2 ഇവരെല്ലാവരും പ്രൊഫഷണലി വീട്ടിലിരുന്ന് പെർഫെക്ഷനോട്ട് വന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല ഇവരെല്ലാം ഹോം ഷെഫ്സ് ആണ്, ഹോം ബേക്കേഴ്സ് ആണ്, കേറ്ററിംഗ് നടത്തും. അപ്പോൾ എല്ലാ രീതിയിലും നല്ല വെറ്ററൻസ് ആണെന്ന് തന്നെ പറയാം. ആൻഡ് ഇവരുടെ വ്യൂവേഴ്സ് ഇവരുടെ ഫാമിലി തന്നെയാണ്. ഇവരുടെ വ്യൂവേഴ്സും ജഡ്ജ് ചെയ്യുന്നതും അവരുടെ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവര് ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ബെറ്റർ ആയിക്കൊണ്ട് വരുവുള്ളൂ. കറക്റ്റ്. അപ്പോൾ അവർക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കാര്യമാണ് കുറച്ച് ടഫ്. ഇത് എങ്ങനെ ജഡ്ജ് ചെയ്യും? ഏറ്റവും നല്ലതായിട്ടുള്ള എല്ലാവരും വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളൊരു ആളെ നമുക്ക് ബെസ്റ്റ് ആള്, അതായത് ഈ 2 റൗണ്ടും കൂടി കഴിയുമ്പോൾ അതായത് 8 പേരുടെയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് വിൽ ഡിസൈഡ് ഓൺ ഹു ആർ ദി ഫൈനലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അവരെ വിളിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സെമി ഫൈനൽസ് തുടങ്ങാൻ പോകുന്നു. ഫസ്റ്റ് ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ബാച്ച് 4 പേര് ഇവിടെ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ റെഡിയാണ്. തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം, എൻ്റെ പേര് ജഷീല യാസിർ. ഞാൻ വയനാട് വൈത്തിരി സ്വദേശിയാണ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബി കബ്സയാണ്. അപ്പം അറബി നാട്ടിൽ അവർക്ക് അധികം സ്പൈസി ആയിട്ടുള്ള കബ്സ് ഫുഡൊന്നും അവർക്ക് അത്ര യൂസായിട്ടില്ല. അവർക്ക് എപ്പോഴും സ്പൈസ് കുറഞ്ഞ ഫുഡാണ് അവർ
ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഉള്ള ബിരിയാണി വെച്ചു, കേരളത്തിലെ ബിരിയാണി നമ്മൾ കഴിച്ചു, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ബിരിയാണിയും കഴിച്ചു. ഇനി നമുക്ക് അറബിക് ബിരിയാണി അഥവാ അറബി കബ്സ, ആ റെസിപ്പി നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അപ്പോൾ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ പട്ട, ഏലം, കുരുമുളക്, ബേ ലീവ്സ്, കുറച്ച് മല്ലി, പച്ചമല്ലി, ഒരു കാട്ടേലം. ഇതാവുന്ന സമയം തന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കബ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സാധനമാണ്. അതിന് നമുക്ക് ഇതിൻ്റെ ഉള്ളി വാടൽ, തക്കാളി വാടൽ അതൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പരിപാടി തീർത്ത് ഒരു 15 മിനിറ്റ് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാൻ പറ്റും. ഉള്ളി ഒന്ന് ആ ഒരു പച്ചപ്പ് മാറാൻ അധികം വാടണ്ട, ഒന്ന് ചൂടായി ഒന്ന് പച്ചപ്പ് മാറുമ്പോൾ നമുക്കതിലേക്ക് 2 പച്ചമുളക് അതുപോലെ ചെറുതായിട്ടൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു ചീറലിട്ടിട്ട് ഇട്ട് കൊടുക്കാം. മുറിച്ച് പീസാക്കണം എന്നില്ല, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു 6 പീസ് ചിക്കനാണ്, അതുപോലെ 1 കപ്പ് അരിയും. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മളിപ്പം റെസിപ്പി എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം നമ്മൾ എടുത്തു വെച്ച തക്കാളി പേസ്റ്റ് ഈ ഒരു ഉള്ളി ഒക്കെ വാടി വന്ന ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കബ്സ മസാല ഇട്ട് കൊടുക്കുക. ഇത് ഒരു പാകത്തിന് വേണം. ഈ മസാല കൂടിയാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ പോവും. കാരണം അത്രയ്ക്ക് മസാലയുള്ളൊരു കബ്സയല്ല ഇത്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നോർമൽ മസാലയാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ മസാല ഇട്ട് ഈ ഒരു കബ്സ നമുക്ക് മടുപ്പ് പിടിക്കുന്ന രീതിയിലല്ലാതെ നോർമൽ രീതിയിൽ ആവശ്യത്തിനുള്ള മസാല മാത്രം ഈ ഒരു രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി കബ്സ കഴിക്കാൻ പറ്റും. 2 ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് എടുത്തു വെച്ച ക്യാപ്സിക്കം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഏകദേശം ഇതുപോലെയൊക്കെ ഇടാം, ചെറുതാക്കണമെന്നില്ല. ഈ ഒരു കഷ്ണങ്ങളാക്കിയിട്ട് അതിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഹലോ, ഹായ് മാം. വയനാടുകാരിക്ക് എപ്പോഴും ടെൻഷനാണ്. അതായത് ഒരു അല്ലേ പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെ, അല്ലേ ഏറ്റവും നന്നായിട്ട് ചെയ്യണം, വേഗം ചെയ്യണം. ഓക്കെ. ഒന്ന് കുറച്ചും കൂടി ഒക്കെ കറക്റ്റ് നേരത്തെ കബ്സ തന്നെയല്ലേ? കബ്സ അറബിക് കബ്സ. അറബിക് കബ്സ, ഒരു സൗദി കബ്സ, ഒരു അറബിക് കബ്സ. ജ്യൂസി ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ട് കുരുമുളക്, പച്ചമല്ലി, ആ ഒരു രീതിയിൽ കറാമ്പൂ, ഏലം, കാട്ടേലം, അങ്ങനെ നമ്മൾ പറയാം. അങ്ങനെയാണ് കാട്ടേലം, ഏലം, ബേലീസ്, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് കൂടുതൽ എന്താ പറയുക മസാലകൾ കൂടുതൽ കുറച്ച് നമ്മുടേതായ രീതിയിൽ കബ്സ ഒരുപാട് മസാലകൾ ഉണ്ടാവാറില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇതിൽ കൂടുതൽ മസാല ചേർക്കില്ല, സ്പൈസി ഇല്ല. പക്ഷേ ഈ ഒരു ജ്യൂസി ആയിട്ട് നല്ല കുഴഞ്ഞ് അതിന് വേണ്ട ചമ്മന്തിയും ചുവന്ന മുളകും ഒക്കെ ഇട്ടിട്ട് നല്ല വയറ്റി നമ്മൾ ഗ്യാസിൽ ഇങ്ങനെ അടുപ്പിൽ ചുട്ടെടുക്കും മുളക്. ഇപ്പം നമുക്കതല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഓയിൽ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് പുളിയും ഷുഗർ ഒക്കെ കൂടി ആയിട്ടൊരു നല്ല അതിന് ചേർന്നൊരു ചമ്മന്തി, പിന്നെ ഒരു സോസും തയ്യാറാക്കിയിട്ടുണ്ട്. ചട്നി, പുതിന, മല്ലിച്ചപ്പ്. അറബിക് കബ്സ തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഒരു കുക്കർ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ വേറെ കുക്കറുണ്ട്, അതിലാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതാവുമ്പോൾ നമുക്ക് റൈസും ചിക്കനാണെങ്കിൽ ചിക്കൻ, മട്ടനും ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ബീഫും മട്ടനും വേവിച്ചതിന് ശേഷം വേണം അരിയിടാൻ. പക്ഷേ ഇത് നമുക്ക് ചിക്കനിൽ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനും റൈസും ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ കുക്കർ ഇവിടെ ഈ ഒരു കറണ്ട് അടുപ്പിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പം നോർമൽ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ച അരി ഒന്ന് കഴുകിയെടുക്കാം. ഒരു വിസിലടിച്ച് നമ്മൾ ഈ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ടാവും ചിക്കന്. ഒരു വിസിൽ മതി. ബാക്കി നമ്മൾ റൈസ് ഇട്ടിട്ടാണ് വേവിക്കുന്നത് ചിക്കൻ. അപ്പോൾ നമുക്ക് ഇത് വെന്തത് നോക്കാം. കുക്കറൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതൊരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഈ റൈസിൽ
ഈ ചിക്കനും ഒന്നിച്ച് കിടന്ന് വേവണം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം, ചൂടുവെള്ളം എടുത്താലും കുഴപ്പമില്ല, പച്ചവെള്ളം എടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഇതിലായതുകൊണ്ട് തന്നെ വേഗം തിളയ്ക്കും, കറണ്ട് അടുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകം നോക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അതൊരു 3 വിസിൽ മതി. അങ്ങനെ നമ്മൾ അങ്ങനെ സെമി ഫൈനൽ റൗണ്ടിലെത്തി. ഈ സെമി ഫൈനൽ ആയപ്പോഴാണ് ഇവർ കുറച്ചുകൂടി റിലാക്സ് ചെയ്യുന്നത്. സാധാരണ സെമി ഫൈനലും ഫൈനലും ഒക്കെ ടെൻഷൻ കറങ്ങേണ്ട സമയമാണ്. കാരണം കഴിഞ്ഞ പായസ റാണിയിൽ തന്നെ എല്ലാവരുടെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാവരും വളരെ കൂളാണ്. പക്ഷെ അതിൽ വേറൊരു ട്രിക്ക് ഉണ്ട്. ദാറ്റ് ഈസ് എല്ലാവരും ഒരേ കാര്യമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേറ്റവും ബെസ്റ്റ് അല്ലേ കയറുള്ളൂ. മന്തി തന്നെ പല മന്തിയുണ്ട്, കപ്സ ആണെങ്കിലും പല രീതിയുണ്ട്. അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്. കൃഷിയുടെ അഭിപ്രായം എന്താണ് മന്തി, കപ്സ മുതലായ ഫുഡിനെ കുറിച്ച്? ഈ ബിരിയാണി പൂർണ്ണമായി സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പരിധിവരെ മന്തിയുടെ ഒരു ടേസ്റ്റ് കുറച്ച് ഡൗൺ ആയിരിക്കും. എന്നാലും ഒരു ചേഞ്ച് ആരാഗ്രഹിക്കാത്ത. അതെ അതെ. പിന്നെ മാത്രമല്ല ഇപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ മൂവിങ് എന്ന് പറഞ്ഞാൽ മന്തി ഉണ്ടോന്ന് ചോദിക്കുന്നത് എല്ലായിടത്തും. അതെ, മന്തി കടകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ആൻഡ് കപ്സ ആൻഡ് മന്തി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മന്തി നമ്മൾ റൈസ് വേറെ വേവിച്ച് സെപ്പറേറ്റ് ആണ്. അതുപോലെ അതിലേക്ക് നമ്മൾ ഇപ്പം വരുന്ന പെപ്പർ ചിക്കൻ അല്ലെങ്കിൽ ഹണി ചിക്കൻ, പെരി ചിക്കൻ, ഓക്കെ, അതെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് ആർക്കായാലും ഇഷ്ടം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഹണി ചിക്കൻ ആക്കി കൊടുക്കും, വലിയൊരു കഴിക്കുമ്പോൾ പെരി പെരി ആയിരിക്കും, സ്പൈസി ആയിരിക്കും. നല്ല നല്ല ഫ്ലേവറാണ്. ഇപ്പൊ ഈ പെരി പെരി ചിക്കൻ ഈ അറബിക് ഇൻഫ്ലുവൻസ് വന്നുകൊണ്ട് ഇന്ത്യൻ ഫുഡിലും തന്തൂരി ഫുഡിലും ഒക്കെ പെരി പെരി തന്തൂരി, പെരി പെരി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം ബിരിയാണി ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് കുഴിമന്തി ഉണ്ടോ, പെരി പെരി മന്തി ഉണ്ടോ. നമ്മൾ കൂടുതലായിട്ട് അതാണ് ഇഷ്ടപ്പെടുന്നത്. അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് കബ്സ വരുമ്പം അത് അറബിക് കബ്സ ആകുമ്പം സ്പൈസി ഇല്ലാതെ നല്ല ജ്യൂസി ആയിട്ട് അത് ചിക്കനാണെങ്കിൽ ചിക്കൻ, മട്ടനാണെങ്കിൽ മട്ടൻ, ബീഫാണ് അത് ഏതിൽ വേണം ചെയ്യാം. നമുക്ക് ഒരേ മസാലയിൽ തന്നെ 3 ചെയ്യാം, എല്ലാം കൂടി ചേർത്ത് ഒന്നിച്ചിട്ടിട്ട് ആ ഒരു ഇത് ചിക്കനിലാണെങ്കിൽ നമുക്ക് കൂടെ റൈസ് ഇട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ മട്ടനും ബീഫും ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം ആയിട്ട് വേണം നമുക്ക് റൈസ് ചെയ്യാൻ. സ്റ്റോക്കിൽ കിടന്നായിരിക്കും. ഇതിന് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്നും കണ്ടും നോക്കിയും എല്ലാം പഠിച്ചൊരു ഐറ്റമാണ്. ഈ മന്തി എങ്ങനെയാണ് പഠിച്ചെടുത്തത്? മന്തി ഞാൻ പഠിച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ എന്താ പറയുക, ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് വന്നതും നമ്മൾ ഓരോ റെസിപ്പി കണ്ട് അത് നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് ഓരോന്ന് നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതാണെങ്കിൽ കൂടിയിട്ട് എൻ്റെ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിത് കഴിച്ചിട്ടുണ്ട്, നമ്മൾ സൗദി പോയിട്ട് ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ടേസ്റ്റും നമ്മൾ പോയിട്ട് നമ്മളത് മട്ടനൊക്കെ അവിടെ വെച്ച് ഒന്നിച്ച് ഒരു ഇതിൽ വെച്ച് അത് നമ്മൾ അങ്ങനെയാണ് കഴിച്ചത്. അതെ അതെ. അതിങ്ങനെ നമ്മൾ ഈ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം എനിക്കത് കാണുമ്പോൾ എന്താ പറയുക, എനിക്ക് പേടിയായിരുന്നു. ആ തലയാകുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ അത് സെപ്പറേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ആദ്യം അത് അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം പറഞ്ഞിട്ടെങ്കിൽ ഈ കപ്സൻ്റെ ഒന്നും ചിക്കനെ കാണുമ്പോൾ വെള്ള കളർ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അതിലൊരു കളർ നമ്മളെപ്പോഴും സ്പൈസി ആയിട്ട് ആ റെഡ് കളറിൽ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നില്ല. അങ്ങനെ ഞാൻ കുറേ കഴിക്കാറുണ്ട്. അതാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ. പക്ഷേ ഇപ്പം അത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം അതാണ് ഇഷ്ടം. ഇപ്പം അതാണ് ഇഷ്ടം. പക്ഷേ ഈ മന്തിയാണെങ്കിലും ഇതിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് റൈസിലേക്ക് വരുന്ന ട്രഡീഷണൽ വേയിൽ വയ്ക്കുമ്പോൾ ആ ഒരു രീതിയിലല്ലേ കുഴിക്കകത്ത് വെച്ചിട്ട്. അതെ അതെ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് സെപ്പറേറ്റ് ആണല്ലോ, സെപ്പറേറ്റ് ആണ്. പക്ഷെ ആ സ്റ്റോക്ക് അതിനകത്തേക്ക് വീഴുന്നുണ്ടാകുമല്ലോ. ഇത് നമ്മള് ആയിട്ട് നല്ല 3 കരുതിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ? 3 ടൈപ്പ് ഓഫ്. അതെ, 2 കൊണ്ടുവന്നത്. ഇല്ല, ഇതോ അത് നമ്മൾ ചട്നി നമ്മൾ സ്പൈസി ആയിട്ടും നല്ല ചുട്ട ചുവന്ന മുളക്, ചില്ലി, റെഡ് ചില്ലിയും വെച്ചിട്ട് നല്ല ചെറിയ ഉള്ളി, പുളി, ഷുഗർ, വിനാഗർ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി വലിയ തയ്യാറെടുപ്പിലാണ്. പിന്നെ അത് സോസ്, തക്കാളി, മല്ലിച്ചപ്പ്, അതിൻ്റെ പച്ചമുളക് എല്ലാം കൂടി നല്ലപോലെ. അറബി കബ്സ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ അറബി കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ വേവൊക്കെ പാകത്തിനായിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി, വെള്ളമൊന്നുമില്ല, കറക്റ്റ് ഒരു ആ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു
പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. അതിൽ വെച്ച് നമ്മൾ തട്ടി കൊടുക്കണം. ഇതിങ്ങനെ തന്നെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് കട്ട കുത്തും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുമ്പം ഇങ്ങനെ കട്ട കട്ടയായിട്ട് നിൽക്കും. ഇനി ഇത് നമുക്കതിലേക്ക് മാറ്റിയിട്ട് നോക്കാം. കറക്റ്റ് വെള്ളവും കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ കപ്സ് നമുക്ക് റെഡിയാവും. എവിടെയും കുക്കറിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെക്കാം. ഇത് എൻ്റെ ഒരു സ്വന്തം റെസിപ്പിയാണ്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള, ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഫുഡ് നിങ്ങൾ തയ്യാറാക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കപ്സ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഷബാന മാഹിന്ന് വരുന്നത്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അൽഫാം മന്തിയാണ്. ചിക്കൻ നന്നായി വരഞ്ഞ് അതിനെ ഒന്ന് നന്നായി ചിക്കൻ മസാല പിടിക്കാൻ വേണ്ടി നന്നായി ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് ഇതിലാവശ്യമായ ഉപ്പ്, ചെറുനാരങ്ങ, പിന്നെ ഇത് ഞാൻ മല്ലിയില, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, സ്പൈസസ് എല്ലാം കൂടി ഇത് ഗ്രൈൻഡർ ചെയ്ത് വെച്ച ഇതാണിത്. ഈ മസാല ഇതിൽ ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കുക. ഇത് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ കുക്കറിൽ വെച്ച് 2 വിസിൽ ചെയ്ത് വരുന്നവരെ വേവിച്ച് വെച്ച ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതിൻ്റെ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. ചോറ് ഈ ഗ്രേവി ചേർത്തിട്ട് വേണം ഞങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടി. കുറച്ച് ബട്ടർ ചേർക്കുക. ചൂടായി കഴിഞ്ഞാൽ ഈ ചിക്കൻ ഇതിലേക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കും. ഇത് ചോറ് വെക്കാൻ വേണ്ടിയാണ്. ഞാൻ കുക്കറിൽ വിസിലിട്ടിട്ടാണ് ചോറ് വെക്കുന്നത്. സെല്ല റൈസാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം, പെരുംജീരകം, ഏലക്കായ്, കറുപ്പ, കറാമ്പ്, ഓൾ സ്പൈസസിലേക്ക് ചേർക്കാം. കുരുമുളക്, മുഴുവൻ കുരുമുളക് ചേർത്ത് ഒന്ന് ഉണക്ക നാരങ്ങ, ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു മാജിക് ക്യൂബും ചേർക്കുക. ഒരു മാഗി ക്യൂബ് ചേർത്ത് നന്നായി. ഞാൻ ഇതിനു വേണ്ടി 3 ഗ്ലാസ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കഴുകി വെച്ച് വെള്ളത്തിൽ പൊതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നേരത്തെ ചിക്കൻ പെരക്കി വെച്ച അതിൻ്റെ ഗ്രേവിയാണ്. അപ്പോൾ ആ വെള്ളത്തിലാണ് ഇത് ഈ ചോറിന് വേവിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് എന്നതിൽ വെള്ളം ചേർക്കണം. അപ്പോൾ 3.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു അൽഫാം മന്തി ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കഴുകി വെച്ച സെല്ല റൈസ് അരി ഇതിലേക്ക് ചേർക്കുക. ഇത് കുക്കർ മൂടി 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചോറ് റെഡി ആയിട്ടുണ്ട്. തവയിൽ ഡീപ് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് മാറ്റി വെക്കും. ഹലോ, കൂളായിട്ട് നിൽക്കുവാണല്ലേ, എല്ലാം എളുപ്പമാണല്ലോ. ഈ റൗണ്ട് ഭയങ്കര സിമ്പിളായി പോയല്ലേ. ആക്ച്വലി സെമി ആകുമ്പോൾ കൂടുതൽ ടഫായി വരേണ്ടതാണ്, പക്ഷേ ഇത് ഭയങ്കര സിമ്പിൾ. നിങ്ങളെ കൂടുതലിട്ട് പരീക്ഷിക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാര്യം ടേസ്റ്റാണല്ലോ നമുക്ക് മുഖ്യം. നിങ്ങളതിലൊക്കെ വെറ്ററൻസ് ആണ്, ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ആൾക്കാരാണെന്ന് ഉറപ്പാണ്. അപ്പോൾ നല്ല കുറച്ച് റെസിപ്പീസ് കളക്ഷൻ കിട്ടട്ടെ വിചാരിച്ചു നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ ഇതിപ്പോൾ അൽഫാം മന്തി, സ്പൈസസ് കുറച്ച് കൂടുതലായിട്ട് അൽഫാം മന്തി. അൽഫാം അതിൻ്റെ കിട്ടിയിട്ടുണ്ടായില്ല, കുറച്ച് നേരം പെരക്കി വെച്ചിട്ടുള്ളൂ.
ആ ഒരു ഇത് കിട്ടിയോന്ന് അറിയില്ല. അത്രയും കിട്ടിയോന്ന് അറിയില്ല അല്ലേ? അൽഫാം ഇച്ചിരി മാരിനേഷൻ്റെ ടൈം രാത്രി വെച്ചിട്ടാണ് പിറ്റേന്ന് ചെയ്യുക. അപ്പോൾ അത് ആ സോഫ്റ്റ് ഒന്ന് കുക്കറിൽ ഒന്ന് 2 വിസിലിട്ടപ്പോൾ അപ്പോൾ ബട്ടറിൽ ഞാൻ അതിന് ചിക്കൻ ചെയ്തെടുത്തത്. അങ്ങനെ ഓയിൽ വയ്ക്കാതെ കുറച്ച് സ്പൈസസ് ഇട്ടിട്ടുള്ളത്, കുറച്ച് വൈറ്റ് അല്ല, ഒരു കളർ ചെയ്ത്. ഇതാണ് കൂടുതലായിട്ട് ഓർഡർ ചെയ്ത പോകുന്നത്. ഇത് ഓർഡർ ചെയ്യാൻ കൊടുക്കുന്നതാണ്. ഈ മന്തിയാണ് പോകുന്നത്. വൈറ്റിനേക്കാൾ കൂടുതൽ ഇഷ്ടം അൽഫാം മന്തി. അൽഫാം മന്തിയാണ് ഇഷ്ടം. വെരി ഗുഡ്. അപ്പോൾ അതന്നെ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. നന്നായി. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇത് പുകയിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം മന്തി, അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് മൈ ഓൺ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇവിടെ അൽഫാം മന്തിയാണ്. അൽഫാം മന്തി അത് ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ കണ്ട് അപ്പോൾ അത് എൻ്റെതായ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ ഫുള്ളായിട്ട് പല ടൈപ്പ് ഓഫ് മന്തീസ്, കബ്സാസ്, അപ്പോൾ അതിൻ്റെ എല്ലാം കണ്ടിട്ട് ഏറ്റവും നല്ലതെടുത്ത് അത് ഞങ്ങളുടെ രീതിയിലൊക്കെ ഒന്ന് മാറ്റി, അത് മിക്സും ചെയ്യും, ഒരു രീതി ഒന്ന് മാറ്റിയിട്ടൊന്ന് പിടിക്കും. അങ്ങനെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ? അപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഉള്ളതെന്നാ പറയുന്നത് ഇപ്പോൾ ഈ അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ബിരിയാണിയാണോ ഇഷ്ടം, ഇതാണോ ഇഷ്ടം? ബിരിയാണിയാണ് കൂടുതൽ പോകുന്നത്. ബിരിയാണിയാണ്. ഫാമിലി മെമ്പേഴ്സിന് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? മക്കൾക്കൊക്കെ അവർക്കല്ല എൻ്റെ ഫുഡ്. അപ്പം ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ തന്നെ വന്നത്, ഞാൻ ഇത് ചെയ്യണം വിചാരിച്ചില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ മോളുണ്ട്. അപ്പോൾ അവളാണ് പറഞ്ഞത് ഇങ്ങനെ ഫുഡ് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എന്നെ എല്ലാവരും വിളിക്കുക എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിക്കൊടുക്കും. അപ്പം അവൾ പറഞ്ഞു നിങ്ങൾ എന്തായാലും അമ്മായി ഒരു ഇത് തുടങ്ങുക. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ്. 3 വർഷമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ അതിൽ കൂടുതലും പോകുന്നത് ബിരിയാണീസാണ് കൂടുതലായിട്ട് പോകുന്നത്. മന്തി ഓർഡേഴ്സും ഉണ്ട്. മന്തി ഓർഡേഴ്സ്. ഓക്കെ. വീട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടം ഏതാണ്? ബിരിയാണി? മക്കൾക്ക് മന്തിയാണ് ഇഷ്ടം. യങ് ജനറേഷൻ. അതെ അതെ. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ് മന്തി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവരെല്ലാം ഇത് സ്ഥിരമായി ഉണ്ടാക്കുന്ന ഡിഷാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിരിക്കും ഇന്നിവിടെ വന്നിരിക്കുന്നത്. നല്ല മത്സരമാണ്, കുഴപ്പമില്ല. അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അൽഫാം ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കിനി ജഡ്ജസിന് സെർവ് ചെയ്തിട്ട് കൊടുക്കാം. ഹായ്, ഞാൻ ഫൗസിയ മുസ്തഫ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തനറ്റിക് ആയിട്ടുള്ള സൗദി മട്ടൻ കഫ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറിയ ജീരകം ഒരു 2 ടീസ്പൂണുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയാണ്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങ ഒഴിച്ച് ബാക്കി എല്ലാ സ്പൈസസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത്രയും സാധനമുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ക്യാപ്സിക്കമാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത് ഒത്തനറ്റിക് ആയിട്ടുള്ള സൗദി സ്റ്റൈൽ ഒരു മട്ടൻ കബ്സയാണ്. അപ്പോൾ നമ്മൾ മട്ടൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മട്ടൻ വെന്ത് വരുന്ന വെള്ളത്തിൽ വേണം നമുക്ക്
റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മട്ടൺ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 3/4 വേവ് വരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൽ വേണം നമുക്കിനി ചോറ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മട്ടൺ ഈ ഒരു അരിപ്പപാത്രത്തിലേക്ക് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം എടുക്കേണ്ടതാണ്. കുക്കറിൻ്റെ വിസിലും പോയിട്ടുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മട്ടന് 3/4 ഭാഗോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് അരിച്ചു മാറ്റാം. ഇതിൽ നിന്ന് മട്ടൻ്റെ കഷ്ണങ്ങൾ മാത്രം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അരിച്ച് മാറ്റാം. ഇതിൻ്റെ ആ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് വീഴുന്ന രീതിയിൽ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ വെള്ളം തന്നെ നമുക്ക് കുക്കറിലേക്ക് വീണ്ടും തിരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച ആ ഒരു വെളുത്തുള്ളി നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങ 2 ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 3 ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ച സെല്ല ഗോൾഡ് ബസ്മതി റൈസാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ അരിയുടെ ഒരു പൊക്കത്തിൽ മാത്രം വെള്ളം മതി. ഇപ്പോൾ കറക്റ്റ് വെള്ളമാണ് നമുക്കുള്ളത്. ചോറൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ചോറ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് അരിച്ചു വെച്ച മട്ടൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊരല്പം സാഫ്രോൺ മിക്സ് ചെയ്ത പാൽ ഇതിലേക്കൊരു ഇതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. കളറിനും രുചിക്കും വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു വിസിലടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹായ് മാം. ഹായ്. ഇന്ന് ഒത്തനറ്റിക് ആയിട്ടുള്ള സൗദി അറബിക് മട്ടൻ കബ്സ. മട്ടൻ കബ്സ ഒത്തന്റിക് സൗദി. സൗദിയാണ്. ഒരുപാട് ഫ്ലേവറില്ല, മസാലകളൊന്നുമില്ല, ചാർക്കോളില്ല. സിമ്പിളാണ്, ഹെൽത്തിയാണ്. കുക്കറിലെന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് ചാർക്കോൾ വേണ്ട. ഡീറ്റെയിൽ ആയിട്ട് ഇത് നമ്മൾ മട്ടൺ വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോക്കിലാണ് അരിച്ചെടുത്തിട്ട് സ്റ്റോക്കിലാണ് നമ്മൾ വീണ്ടും റൈസൊക്കെ ഇട്ടിട്ട് ഇതിലിപ്പോൾ അങ്ങനെ ചെയ്താൽ അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് ചിക്കൻ ആണെങ്കിലും ചെറിയ മാറ്റം ഉണ്ടോ? ബീഫിലും ചെയ്യാം. ബീഫ് പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ മാറ്റിയതാന്ന് തോന്നുന്നു. ബീഫിൽ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ബീഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരിതാണ്. അതിൽ നമുക്ക് ടൊമാറ്റോയുടെ പേസ്റ്റ് വേണമായിരുന്നു. അത് എനിക്കിങ്ങനെ കിട്ടാതെ വന്നപ്പോഴത്തേക്കുമാണ് ഞാനത് റെഡ് കളറിൽ വരുന്നത്, ഒരു ഓറഞ്ച് പേസ്റ്റ് വരുന്നത്. ഏതായാലും ഈ റൗണ്ട് എളുപ്പമായി അല്ലേ? ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഒത്തനറ്റിക് ആയിട്ടുള്ള സൗദി അറബിക് മട്ടൻ കബ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ വിസിലിപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചേർത്തിട്ടില്ല, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മന്തി പ്രിപ്പറേഷൻ എൻ്റെ മന്തിയല്ല, മട്ടൻ അറബിക് കബ്സയാണ്, സൗദി. ഞാനിത് ഒരുപാട് ഉണ്ടാക്കി കഴിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നൊന്നും ഞാൻ ഉണ്ടാക്കി കഴിച്ചതല്ല.
നമ്മുടെ അയൽവാസികൾ യമനികൾ പിന്നെ നമുക്ക് കണ്ണൂരുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. പുള്ളി അറബികളുടെ വീട്ടിലൊക്കെ അങ്ങനെ നിന്നിട്ട് പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് കഫ്സ ഉണ്ടാക്കണത് പറഞ്ഞു തന്നത്. ഈ മന്തി എന്നുള്ളത് ഞാൻ പിന്നീട് അവിടെ ഉണ്ട് മന്തി, നമ്മുടെ വലിയ കുഴിയിലൊക്കെ ഈ ഗാർഡനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം. അത് ഇവിടുത്തെ കുഴിമന്തിയായിട്ട് ഒരുപാട് വ്യത്യാസമില്ല. പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ മന്തി കഴിക്കാനാണ് എൻ്റെ റിലേറ്റീവ്സിനൊക്കെ കൂടുതൽ ഇഷ്ടം. അവരുടെ വീട്ടിൽ ഞാനൊന്ന് ഗസ്റ്റ് ആയിട്ട് ചെന്നാലും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ തന്നെ തിന്നു. അതായത് നിങ്ങളുടെ അതായത് ഒത്തന്റിക് മന്തി ഉണ്ടാക്കാൻ അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് മന്തി എന്നുള്ളതല്ലേ ഏത് വിഭവമാണേലും ഇപ്പൊ നോർമൽ സദ്യ ഇപ്പോൾ ഓണത്തിന് എല്ലാവരും ഞങ്ങൾ കൂടുതൽ 32 പേരൊക്കെ ഉണ്ടാവും വീട്ടിൽ. ഞാൻ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് ഞാൻ പറയും ഒരു പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വെക്ക്, പക്ഷെ നേരത്തെ വന്ന് ഉണ്ടാക്കി കൊടുക്കും. വെജും നന്നായിട്ട് ചെയ്യും. നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സൗദി മട്ടൻ കഫ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ജ്യൂസിയും ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. I am Hasina Hanif from തലശ്ശേരി. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തൻറ്റിക് സ്റ്റൈലിലുള്ള മന്തി, ചിക്കൻ മന്തിയാണ്. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യമായി ഞാൻ ഇതിലേക്ക് മന്തിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ ഒരു 3.5 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതിനായി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ ബേ ലീവ്സ്, ഡ്രൈഡ് ലെമൺ 2 എണ്ണം, പിന്നെ ഗരം മസാല, അതായത് ജീരകം, കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് മാഗി ക്യൂബാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി തൊലി കളഞ്ഞതാണിത്. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ഇങ്ങനെ 4-5 പീസായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു തക്കാളി 4 മുറിച്ച് അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം ഒരു 4 പച്ചമുളക് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, കാരണം മാഗി ക്യൂബ് ഉപ്പുണ്ട്. അത് കാരണം അത്ര ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കണം. ഇത് എല്ലാം മസാലകൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് പുരട്ടാനുള്ള മാരിനേറ്റിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഇത് പുതിന, മല്ലി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഉള്ളി, തക്കാളി എന്നിവ ചേർത്ത് അരച്ചതാണ്. അതിലേക്ക് ഞാൻ ഒരല്പം ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല, ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. ഈ ചിക്കൻ ഏകദേശം മുക്കാൽ വേവിലധികമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മസാല പുരട്ടി ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് അധികമായി എണ്ണയൊന്നും ചേർക്കുന്നില്ല. ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ചേർക്കുന്നത്. ഈ ഗ്രേവി ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുതിർത്ത് വെച്ച മസാല റൈസ് ഇട്ട് കൊടുക്കാം.
ഈ മിക്സ് ആക്കി വെച്ച മസാല ചിക്കനിൽ നന്നായി പുരട്ടി വെക്കാം. അതിനുശേഷം ഇത് പാനിൽ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം ഗീ തടവി ഈ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കണം. റൈസ് ഏകദേശം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഈ ഗ്രിൽ ചെയ്ത ചിക്കനും ഇതിൻ്റെ നന്നായി മസാലയും അതിലിട്ട് കൊടുക്കണം. കത്തിച്ച് വെച്ച ഈ ചാർക്കോൾ ഇതിലേക്ക് വെച്ച് ഈ 2-3 പച്ചമുളക് ഫ്ലേവറിന് വേണ്ടിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് മൂടി ചാർക്കോൾ ഇട്ടതിന് ശേഷം നല്ല ഒരു കിച്ചൺ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും വലിയ മന്തി ഫാൻസ് അല്ല, പക്ഷേ ഇന്നറിയാം എന്താണ് ഇവിടെയും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒത്തൻറ്റിക്കിനെ സ്വന്തം കുറച്ച് സിഗ്നേച്ചറും കൂടി ചേർത്ത്. ഞാൻ ആദ്യമൊക്കെ വഴറ്റിയിട്ടൊക്കെ ചെയ്യാറ്. ഇത് മന്തി അല്ല, ഇത് മന്തിയാണ്, മന്തി. ചിക്കൻ മന്തി. എണ്ണയിൽ വഴറ്റിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യാറ്. ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയാ ചെയ്യാൻ ഇതിപ്പോ ഞാൻ ചെയ്തത് വഴറ്റി ചെയ്യാൻ ആരാ പറഞ്ഞു തന്നെ? അല്ല, അത് ഹോൾ സ്പൈസസ് എല്ലാം ഞാൻ ഇങ്ങനെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അറിയില്ലല്ലോ, യൂട്യൂബിലും അതിലൊക്കെ നോക്കിയാൽ അതിലങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അറേബ്യൻ മന്തി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഇട്ടിട്ട് വഴറ്റിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വെള്ളമാണ് വെക്കുന്നത്. അരിൻ്റെ കണക്കായിട്ട് ഫുൾ വെള്ളം വെക്കും. അതിന് ചിക്കൻ ഇടും. അതിന് ശേഷം ഹോൾ സ്പൈസസ് ഇടും. പിന്നെ ഒരു 1/2 കിലോന് 1 തക്കാളി, 1 ഉള്ളി, 1 തുടം വെളുത്തുള്ളി ഇതെല്ലാം ഇടും. പിന്നെ കുരുമുളക്. കുറേ കാലം കൽക്കട്ടയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എത്ര വർഷം? ഒരു 14 വർഷം. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ തലശ്ശേരി. അപ്പോൾ ശരിക്കും പുറത്ത് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോയിട്ടുണ്ടോ? എവിടെ? ദുബായ്, സൗദി. മക്കളൊക്കെ അവിടെ പോയിട്ട് അവരുടെ ഒറിജിനൽ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. സൗദി. അപ്പം അറിയാലോ ഉണ്ടാക്കുമ്പോൾ ആ വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. എനിക്ക് ഇപ്പോൾ ഇത് ഞാൻ സെല് ചെയ്യാറുണ്ടായിരുന്നു. ഈ കോവിഡിൻ്റെ ടൈമിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. റെസ്റ്റോറൻറ്റിൽ ഒരു കൗണ്ടർ ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. അതിനപ്പോൾ പേരിട്ടിരുന്നത് എന്തായിരുന്നു? ഹോട്ട് മന്തി എന്നാ പറഞ്ഞിരുന്നത്? ചിക്കൻ മന്തി, മട്ടൻ മന്തി, അങ്ങനെ മന്തി. അങ്ങനെ. പക്ഷേ ഇത് ചിക്കൻ എൻ്റെ ഒരു മസാലയിലാണ് ഞാൻ ചെയ്തത്. സീക്രട്ട് മസാല ഇന്ന് ഔട്ട്. പക്ഷെ ചിക്കൻ വെന്തതിന് ശേഷം ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അതിൽ മസാല വരക്കി ഞാനിത് സാധാരണ ഓവനിൽ ഗ്രില്ല് ചെയ്യും. ഇന്ന് പാനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഇന്ന് ആ സീക്രട്ട് റെസിപ്പി നമ്മുടെ പ്രേക്ഷകർ ഒരു കുഴിമന്തിൻ്റെ ആ ഒരു സ്മെല്ലിലാണ്. മനസ്സിലായി. നോക്കാം. ചാർക്കോൾ ഉണ്ടോ ഇതിൽ? ചാർക്കോൾ ഉണ്ട്. ഓക്കെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. മന്തി ടൈം. യെസ്, മന്തി ടൈം. അതായത് മിഡിൽ ഈസ്റ്റ് ആൻഡ് അങ്ങനത്തെ ഒരു കുക്കിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന തീം. അപ്പോൾ സെമി ഫൈനലാണ്, ഗംഭീരമായിട്ടാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ മന്തിയും കപ്സയാണ് നമ്മൾ കഴിക്കാൻ പോണതെല്ലാം. അപ്പോൾ എല്ലാവരും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഐറ്റം ചൂസ് ചെയ്തത് കൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത്രയും ഇൻട്രിക്കേറ്റ് ഡീറ്റെയിലിങ്ങിലേക്ക് പോകേണ്ടി വരും. എന്തായാലും നമുക്ക് തുടങ്ങാം. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു രീതിയിലാണ് എല്ലാവരും സെറ്റാക്കി വെച്ചിരിക്കുന്നത്. വിളിക്കാം. യെസ്, ലെറ്റ്സ്
call them. അവിടെ തുടങ്ങിയാലോ? Yeah. Fauzi. ഫൗസിയ മുസ്തഫ, ആലപ്പുഴ. കുക്കറിലാണ് ചെയ്തല്ലേ? ആ ഞാൻ കുക്കറിൽ ഈസി മെത്തേഡിൽ. ഈസി മെത്തേഡ് ചെയ്യും. മട്ടണൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അടി ചട്നീസ് അത് ഒക്കെ രാവിലെ ഉണ്ടാക്കിയതാണ് ഞാൻ. രാവിലെ ഉണ്ടാക്കിക്കൊണ്ട് തണുത്തിട്ടുണ്ടാവും അല്ലേ? തക്കാളിയൊക്കെ കാരണം അതിന് എന്തെങ്കിലും ടേസ്റ്റ്. Let's see. അത് നല്ലതാണ്, ഒരു ഉള്ളി കടിക്കുന്നത്. ഒരു പച്ചമുളക് കൂടി. പച്ചമുളകൊക്കെ കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ചോറ് കഴിക്കണത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി. ഗുഡ് ഗുഡ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അടുത്ത ആള് ഹസീന ഹനീഫ്, കണ്ണൂർ. കണ്ണൂർ. യെസ്, കാൽക്കട്ട. ശരി. കൽക്കട്ട കണ്ണൂർ രണ്ടും കൂടെ മിക്സ്. തലശ്ശേരി. Yes, let's start. Special മന്തിയാണ് അല്ലേ? യോർ വരുന്നില്ല. വലിയ ഹാർഡാണോ? ഹാർഡല്ല, നല്ല കുക്കായിട്ടുണ്ട്. ജ്യൂസി ആണോ? ജ്യൂസി ആണോ? അതിപ്പോൾ തണുത്ത് പോയതുകൊണ്ടായിരിക്കും. കൈയിട്ട് പിടിക്കേണ്ടി വരുമോ? കുക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തത്. ഓക്കെ, കുക്ക് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തത്. ആ സ്റ്റോക്കിൽ തന്നെയാണ് റൈസ് ഉണ്ടാക്കിയത്. അണ്ടർസ്റ്റുഡ്. ആ സ്റ്റോക്കിൽ തന്നെയാണ് റൈസ്. ഞാൻ ആ മസാലയും കൂടെ. ആ മസാലയും കൂടെ കിട്ടുന്നത്. മസാല ഫുൾ മിക്സാണ്. ചിക്കൻ്റെ മസാല ചിക്കൻ മസാല. പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. Nice actually. Nice flavor. Nice. കുറച്ച് കൂടുതൽ നല്ല അതൊന്നല്ല. ഈ സൈഡിലേക്ക് പോകാം. ഓക്കെ, ജഷീല യാസീർ. നമുക്ക് കാര്യങ്ങളും പറഞ്ഞു തന്നു. മന്തി, കബ്സ, ഡിഫറൻസസ്. ഇത് കബ്സ ആയിരുന്നു അല്ലേ? ഓക്കെ, അറബിക്. അറബിക് കബ്സ. ആക്രമൺ. യെസ്,
അകത്തുനിന്നും എടുക്കാം. അപ്പോൾ ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല, മനസ്സിലായില്ലേ? വെളിയിലുള്ള ഭാഗം പക്ഷേ ജ്യൂസി ആയിട്ടാണ്. അകത്തുനിന്ന് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡ്രൈ ആവണമെങ്കിലും വെളിയിലേ ഡ്രൈ ആകുള്ളൂ, ഉള്ളിലേക്ക് ഉണ്ടാവില്ല. ഞങ്ങളിത് ഡീകൺസ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ചെറിയ ചെറിയ പീസ് വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നന്നായി, ഇങ്ങനെ എടുക്കാൻ സ്പൂണിൽ കിട്ടൂലല്ലോ. മനസ്സിലായി. യു ഗോട്ട് വൺ. ആ ഒരു ചട്നിയും കൂടി കൂട്ടിയിട്ട്. യെസ്, അതിനാണ് ഞങ്ങൾ പ്ലേറ്റും കൂടി കരുതിയിരിക്കുന്നത്, അറിയാൻ വേണ്ടി. ചട്നിയിട്ട് ചെറിയൊരു ഒരു മധുരവും പുളിയും ഉപ്പും പുതിന മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. അയ്യാ, ചമ്മന്തി ആണെങ്കിൽ ആ ഒരു ചില്ലിയുടെ റെഡ് ചില്ലിൻ്റെ ആ ഒരു ഇങ്ങനെ കമന്ററി പോലെ ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ കഴിക്കുന്നു. ഓക്കെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ ഈ ഫ്ലേവർ കൂട്ടാൻ കബ്സ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മളിവിടെ ഈ ചമ്മന്തി നമുക്കൊരു ചെറിയൊരു സ്പൈസി മധുരവും ഉപ്പും ആ ഒരു ഇത് മനസ്സിലായി. മുളക് ചട്നി ഭയങ്കര രസമുണ്ട്. മുളക് ചട്ടിയും റൈസും കോമ്പിനേഷനും അതാണ് ആ റൈസിൻ്റെ ഒരു ടേസ്റ്റ്. റൈസിന് ആ ഒരു ഇത് വരില്ലല്ലോ, സ്പൈസി ആയിട്ട് വരില്ല. അപ്പോൾ അതിലേക്ക് നല്ല ചട്നി കേട്ടോ, കുറച്ച് ഷുഗറും. വെരി നൈസ്. മുളക് വറുത്ത് ചെറിയുള്ളി ഒരു കഷ്ണം തക്കാളി, പിന്നെ റെഡ് ചില്ലി, ഉണക്കമുളക്, അത് നല്ലപോലെ ഓയിലിൽ ഫ്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പുളിയും വാളംപുളിയും 2 വെളുത്തുള്ളി അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലപോലെ നല്ലൊന്ന് മുരിപ്പിച്ചെടുത്തിട്ട്. അല്ലാതെ നമ്മൾ ഗ്യാസിൽ ചെയ്യുകയാണെങ്കിൽ ഈ റെഡ് ചില്ലി നമ്മൾ ഒന്ന് അടുപ്പിലൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കുറച്ചും കൂടി. ഇതിപ്പോൾ നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പ്, പഞ്ചസാര കുറച്ച് പഞ്ചസാര, കുറച്ച് വിനെഗർ എല്ലാം ചേർത്ത് നല്ല പേസ്റ്റാക്കി. കപ്സ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഷബ്ന ഫറൂഖ്, കണ്ണൂർ. ഡിഫറെൻറ്റ് കളർ അല്ലേ? ഞങ്ങൾ ചിക്കനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഇച്ചിരി ടൈം എടുക്കുന്നത്. കുറച്ച് ഹാർഡാ, ഡ്രൈ ആയി കുറച്ച്. അത് സ്വന്തമായിട്ട് അറിയായിരുന്നു, അതാ പറഞ്ഞല്ലേ കുറച്ച്. പക്ഷേ അവരുടെ കുഴപ്പമില്ല, സോഫ്റ്റ് ആയിരുന്നു. ഇത്രയും സമയമല്ലേ എല്ലാവർക്കും ഉള്ളൂ മാറിനേഷൻ ടൈം. ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാവും, ഇപ്പുറത്തുള്ളത് കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാവും. മയണൈസ് ഉണ്ടാക്കിയതാണോ? അതെ, ഇവിടെ വന്നിട്ട് സോഫ്റ്റ് ആയി. ഫ്രൂട്ട് സാലഡ് ആണോ? ഫ്രൂട്ട്സ്, പേരക്ക, ആപ്പിള്, കക്കിരി, പഴം എല്ലാം ഉണ്ട്.
വെള്ളരിക്ക അല്ലേ? ഡ്രസ്സിങ്ങിന് എപ്പോഴും ഒരു ഫ്രൂട്ട്സ് കുറച്ച് വെക്കാറുണ്ട്. യെസ്. ലൈം, കുരുമുളക്. കൊള്ളാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിംഗ് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ടേസ്റ്റിംഗ് ഒക്കെ മാറി നമ്മളിപ്പോൾ? അതായത് നമ്മുടെ ബിരിയാണിയുടെ ഹാങ് ഓവർ മാറിയിട്ട് ഒരു മന്തി ഫ്ലേവറിലോട്ട് ലയിച്ചുകൊണ്ടിരിക്കുക. മന്തി ആൻഡ് കപ്സ ഫ്ലേവർ ഞങ്ങൾ ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം, രസമുണ്ട്. എല്ലാവരുടെയും നല്ലത് തന്നെയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. കുറച്ച് നാൾ സൗദിയിലും ദുബായിലും ഒക്കെ ഞങ്ങൾ കറങ്ങി കുറച്ച് നിമിഷത്തേക്ക് ഞങ്ങൾ പോയി വന്നു. പക്ഷേ അതെ, എക്സാക്ട്ലി. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പറയില്ല. കാര്യം ഇനി ഒരു 4 ആൾക്കാരും കൂടി വരാനുണ്ട്. അവരുടെ കോമ്പറ്റീഷനും കൂടി കഴിഞ്ഞിട്ട്, ബിക്കോസ് 8 പേരാണല്ലോ നിങ്ങൾ, ആ 8 പേരുടെയും സെമി ഫൈനലാണിത്. അപ്പോൾ അവരുടെയും കൂടി വിഭവങ്ങൾ സ്വാദ് നോക്കിയിട്ട് ഫൈനൽ 5 പേരെ നമ്മൾ എത്തിക്കും. ഫൈനലിസ്റ്റുകൾ എന്ന് വെച്ചാൽ 5 കണ്ടസ്റ്റൻസ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രേക്ഷകരും നിങ്ങളും എല്ലാവരും ഞങ്ങളും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇവരുടെ പലതരം കപ്സ ആൻഡ് മന്തി റെസിപ്പീസ് ഗംഭീരമായിട്ടുണ്ട്. അതെല്ലാം കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. കംപ്ലീറ്റ് വളരെ സസൂക്ഷ്മം വീക്ഷിച്ചിട്ട് അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. എക്സലൻറ്റ് റെസിപ്പീസാണ്. സന്തോഷം. അപ്പോൾ നമ്മുടെ സെമി ഫൈനൽ വിശേഷങ്ങൾ തീരുന്നില്ല. ഇനി അടുത്ത 4 കണ്ടസ്റ്റൻസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബിരിയാണി ക്യൂൺ സീഫുഡ് പാർട്ണർ ഫിൻമാർട്ട് ആൻഡ് ഡെൽഫിഷ് ട്രിവാൻഡ്രം. The gift hamper sponsored by Milma. Dr. Lakshmi Nayer's Ornaments Courtesy. Jewel Hut, GH Road, Statue Trivandrum. ആഭരണം ബയാനുരാധ നായർ, ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.